അമ്മ ഹെറിറ്റേജ് ക്ലബിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്തവണ അമ്മ ഒറ്റയ്ക്കല്ല, മറിച്ച് ഹീസിക്കിനെ കൂടി കൂടെ കൂട്ടുന്നുണ്ട്. ഒരു വലിയ കമ്പനിയുടെ ഡയറക്ടർ എന്ന രീതിയിലായിരുന്നു ജെയ്മി ചോയ് എന്ന പേരൊക്കെ വെച്ചിട്ട് ഹീസിക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി മുതൽ അമ്മയുടെ കമ്പനിയുടെ ഒപ്പം അവൻ്റെ കൂടി കമ്പനി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഹെറിറ്റേജ് ക്ലബിൻ്റെ പുതിയൊരു മെമ്പറായിട്ടായിരുന്നു അമ്മയും അവനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തി കഴിയുമ്പോൾ തന്നെ ഹീസിക്കും ഇരിക്കുന്ന മേശയിൽ ഒരു റെക്കോർഡറൊക്കെ പിടിപ്പിക്കുന്നുണ്ട്. ഫോണൊക്കെ എടുത്തിട്ട് നാംസൂൺ എവിടെയാണുള്ളതെന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ആയിരുന്നു നാംസൂണും ഷിയോയും കൂടി ചേർന്നിട്ട് ഹീസിക്കിന്റെ അടുത്തേക്കാണ് എത്തുന്നതെന്ന കാര്യമൊക്കെ അവൻ മനസ്സിലാക്കുന്നത്. ആദ്യം എല്ലാവരും ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഇതുവരെ കണ്ടിട്ടില്ല എന്ന രീതിയിൽ പരസ്പരം പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കുന്നു. ഷിയോ നാംസൂണെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴത്തേക്കും അമ്മ ഹീസിക്കിനെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഹീസിക് എന്ന പേരിലല്ല, ജെയ്മി ചോയ് എന്ന പേരിൽ തന്നെയാണ്. ആ ഒരു മേശയിലിരുന്ന് കഴിയുമ്പോഴത്തേക്കും നാംസൂണും അവളുടെ കാലുകൊണ്ട് ഹീസിക്കിന്റെ കാലിണ്ടൊക്കെ ചവിട്ടുന്നൊക്കെയുണ്ട്. അങ്ങനെ ഇരിക്കെ ഷിയോ നാംസൂണ് കുറച്ച് ഫുഡൊക്കെ നൽകുന്നത് കാണുമ്പോഴത്തേക്കും ഹീസിക്കിനെ വലുതായിട്ട് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ഹീസിക്കും ഒന്ന് ബാത്റൂം വരെ പോകാനായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുകയാണ്. ഡയറക്ടർ നേരത്തെ ഇരുന്നിട്ടുണ്ടായിരുന്ന ഒരു റൂമുണ്ട്. ആ റൂമിന്റെ കീ ഒക്കെ കിട്ടുവാനായിട്ട് ഹീസിക്കും അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനോട് ചോദിക്കുകയാണ്. അതായത് ഡയറക്ടർ നേരത്തെ റൂമിൽ കയറിയ സമയത്ത് അവിടെ ഒരു കർച്ചീഫൊക്കെ മറന്നു വെച്ച് പോയിട്ടുണ്ടായിരുന്നു. അത് എടുക്കുവാനായിട്ട് കീ വേണമെന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സ്റ്റാഫും കൊടുക്കുവാനായിട്ട് മടിച്ചു നിൽക്കുന്നു. പക്ഷേ ഹീസിക്കാകട്ടെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പോലീസിനോട് അവനെ കോൾ ചെയ്യുവാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പോലീസിന്റെ പേരൊക്കെ മാറ്റിയിട്ട് ഡയറക്ടർ എന്ന പേരിലായിരുന്നു നമ്പറൊക്കെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസ് വിളിച്ചു കഴിയുമ്പോഴത്തേക്കും അത് ഡയറക്ടർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാഫിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാനായിട്ടൊക്കെ ഹീസിക്ക് നോക്കുമ്പോഴത്തേക്കും അയാളും ആ ഒരു റൂമിന്റെ കീ ഒക്കെ ഹീസിക്കിന് കൊടുത്തു വിടുന്നു. മറ്റേ ആ മുഖമൊക്കെ പോയിട്ടുണ്ടായിരുന്ന ആളുണ്ടല്ലോ, പുള്ളിക്കാരനും ഹീസിക്ക് ഇങ്ങനെ കീ ഒക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അവനും റൂമിന്റെ ഉള്ളിൽ എത്തിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ചെടിച്ചട്ടിക്കകത്ത് ക്യാമറ ഒക്കെ ഫിക്സ് ചെയ്തിട്ട് ഇറങ്ങുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആയിരുന്നു അയാളും കൃത്യമായിട്ട് തന്നെ അവിടേക്ക് എത്തുന്നത്. അങ്ങനെ അയാളെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ലെൻസൊക്കെ തുടയ്ക്കുവാനുള്ള തുണി എടുക്കുവാനായിട്ട് ഡയറക്ടർ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാനത് എടുക്കുവാനായിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഹീസിക്കം പോകുവാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതിനയാൾ കണ്ണടയൊന്നും യൂസ് ചെയ്യാറില്ലല്ലോ എന്നായിരുന്നു അയാൾ തിരിച്ചു മറുപടി പറയുന്നത്. പക്ഷെ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന ഹീസിക്കം ഒരു കള്ളമൊക്കെ പറയുവാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് ഗോൾഫിന്റെ സ്റ്റിക്കൊക്കെ തൂക്കുവാനായിട്ടാണ് അയാൾക്ക് ഈ തുണി ആവശ്യമായിട്ടുള്ളത് എന്ന്. എന്തോ ഭാഗ്യം കൊണ്ട് അയാൾ ഒരു ഗോൾഫ് പ്രേമി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ മുഖം പോയ ആളും അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സത്യമാണെന്നൊക്കെ വിശ്വസിക്കുന്നു. ഇനി ഹെറിറ്റേജ് ക്ലബിന്റെ മാടത്തിന് നാംസൂണയും കൂട്ടിക്കൊണ്ട് ഒരിടത്ത് പോകുവാനൊക്കെ ഉണ്ടായിരുന്നു. നാംസൂണും പോകാമെന്ന് സമ്മതിക്കുന്നു. ഡൂഗോയ്ക്ക് ആരാണ് പണമൊക്കെ കൊടുക്കുന്നതെന്ന കാര്യം അമ്മയ്ക്ക് അറിയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും ഡൂഗോനെ കുറിച്ചാണോ അതോ എന്നെ കുറിച്ചാണോ നിങ്ങൾക്ക് ശരിക്കും അറിയേണ്ടതെന്നായിരുന്നു ഷിയോ തിരിച്ചു ചോദിക്കുന്നത്. എൻ്റെ അടുത്ത് നിന്ന് നീ എന്ത് വേണമെന്നാണോ ആഗ്രഹിക്കുന്നത് അതൊരിക്കലും നിനക്ക് എൻ്റെ അടുത്ത് നിന്ന് ലഭിക്കുകയില്ല എന്ന് കൂടി ഷിയോ പറയുന്നുണ്ട്. റഷ്യൻ മാഫിയ ഗ്രൂപ്പായിട്ടുള്ള പാവയിലല്ല ഇതിൻ്റെയൊക്കെ പിന്നിൽ. എനിക്കതിനെക്കുറിച്ചെല്ലാം തന്നെ അറിയാം. നീ ഒരു ഗെയിം ചേഞ്ചർ ആകുവാനല്ല ആഗ്രഹിക്കുന്നത്, പക്ഷെ നീ ഒരു ഗെയിം ചേഞ്ചർ അല്ല, മറിച്ച് നീ എല്ലാം നശിപ്പിക്കുന്ന ഒരാളായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഇവിടം കൊണ്ടെല്ലാം നിർത്തുന്നതായിരിക്കും നിനക്ക് നല്ലതെന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കും ഷിയോയ്ക്ക് ആകെ മൊത്തം ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ഷിയോ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നാംസൂൺ ആയിരുന്നു റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്, പക്ഷെ നിങ്ങൾ ഇമോഷണൽ ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നതെന്നൊക്കെ നാംസൂൺ പറയുമ്പോഴത്തേക്കും അമ്മയും പറഞ്ഞ കാര്യങ്ങളൊന്നും തിരുത്തുവാൻ തയ്യാറാകാതെ പോകുന്നു. ഷിയോ ഓക്കെ ആണോ എന്നൊക്കെ നാംസൂൺ ചോദിക്കുമ്പോഴും അമ്മയോടുള്ള ദേഷ്യമായിരുന്നു ഷിയോയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവളെ കൊല്ലുവാൻ എനിക്ക് തോന്നുകയാണെന്നുള്ള കാര്യമൊക്കെ ഷിയോയും തുറന്നു പറയുന്നു. നാംസൂൺ വന്നിട്ടുള്ളത് മംഗോളിയയിൽ നിന്നും ആയതുകൊണ്ട് തന്നെ നാംസൂൺ ഇതുവരെയായിട്ടും കടലൊന്നും കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ കടലൊക്കെ കാണിക്കുവാനായിട്ട് കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞാണ് മാഡം നാംസൂണിനെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. മുത്തശ്ശി ഇപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലിലാണ്. അതായത് അങ്കിളിന് എപ്പോഴും ഓരോ അസുഖമാണല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്കിളിനെ ഹോസ്പിറ്റലിലേക്ക് ആക്കിയിരിക്കുകയാണ്. മുത്തശ്ശിക്ക് ധീരതയ്ക്കുള്ള അവാർഡൊക്കെ കൊടുക്കാനായിട്ട് പോലീസ് ടീം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ ആ ഒരു പരിപാടിക്കൊക്കെ പോകുമ്പോഴത്തേക്കും മുത്തശ്ശിയുടെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഒരാളെ ആവശ്യമായിട്ടുണ്ട്. കടയിലെ കാര്യമൊക്കെ ഇപ്പോൾ മുത്തശ്ശിയുടെ ബോയ് ഫ്രണ്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റാരും ഇല്ലാത്തത് കൊണ്ട് ഫോട്ടോസൊക്കെ എടുക്കുവാനായിട്ട് അമ്മേനെ മുത്തശ്ശി വിളിക്കുന്നു. അച്ഛൻ്റെ ആത്മാവ് ടിബറ്റിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നാളെ അച്ഛൻ നമ്മളെ കാണുവാനായിട്ട് എത്തുകയാണ്. അമ്മ ഇപ്പോൾ മറ്റൊരാളുമായിട്ട് പ്രണയത്തിലാണ്. അതുകൊണ്ട് തന്നെ അച്ഛനെ അമ്മ ചതിക്കുകയാണെന്നൊക്കെയാണ് അങ്കിൾ ഉറക്കത്തിൽ പറയുന്നത്. മുത്തശ്ശിയും ഇപ്പോൾ ധീരതയ്ക്കുള്ള അവാർഡൊക്കെ മേടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ മുത്തശ്ശി സ്റ്റേജിൽ നിന്നും ഇറങ്ങാറാക്കുമ്പോഴത്തേക്കും നിന്റെ അച്ഛൻ ശരിക്കും കൊറിയയിലേക്ക് വരികയാണോ എന്നൊക്കെ അമ്മയോട് ചോദിക്കുകയാണ്. അങ്ങനെ നാളെ രാവിലെ അച്ഛൻ നാട്ടിലെത്തുമെന്നൊക്കെ അറിയുന്ന അമ്മയും ആകപ്പാട് ദേഷ്യപ്പെട്ട് കിട്ടിയ അവാർഡ് പോലും താഴേക്ക് എറിഞ്ഞിട്ട് മകളോട് വഴക്കൊക്കെ ഉണ്ടാക്കുകയും പെട്ടെന്ന് തന്നെ ബോധം കെട്ട് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. മാഡം കടൽ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു നാംസൂണെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതെങ്കിലും ലക്ഷ്യം അതൊന്നും ആയിരുന്നില്ല. അതായത് നാംസൂണെ ഒരിടത്ത് നിർത്തി കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ആണുങ്ങളൊക്കെ അവിടേക്ക് എത്തുകയാണ്. അവരെല്ലാവരും തന്നെ ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത് പോലും.
കല്ല് പോലത്തെ ഹൃദയമുള്ള ഒരാളാണ് ഷിയോ. അപ്പോൾ ഷിയോയുടെ മനസ്സിലൊക്കെ കയറി പറ്റണമെങ്കിൽ നാംസോൺ നിസാരക്കാരിയല്ലല്ലോ. സോ നാംസോണിന്റെ ശക്തിയൊക്കെ മനസ്സിലാക്കുവാനായിട്ടായിരുന്നു അത്രയും പേരെ അവൾ വിളിച്ചിട്ടുമുണ്ടായിരുന്നത്. നാംസോണും അവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാനായിട്ട് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും അവളും ഒരു കണ്ടെയ്നർ മുഴുവനായിട്ട് പൊക്കിയെടുക്കുന്നു. അത് കണ്ട് ഓടി രക്ഷപ്പെടുവാനായിട്ട് നോക്കുന്ന അവരുടെ അടുത്തേക്ക് 3 കണ്ടെയ്നേഴ്സ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആക്കുകയും അവരെല്ലാവരും അതിനിടയ്ക്ക് കുടുങ്ങി പോവുകയും ചെയ്യുകയാണ്. നിങ്ങൾ എങ്ങോട്ട് ഓടിപ്പോകാനായിട്ടൊക്കെ നോക്കുന്നത്? നിങ്ങൾക്കല്ലേ സംസാരിക്കുവാൻ താല്പര്യമുണ്ടായിരുന്നു എന്നൊക്കെ അവളും തിരിച്ച് അവരോട് ചോദിക്കുന്നു. മുത്തശ്ശിയും ഇപ്പോൾ ബോധമില്ലാതൊക്കെ കിടക്കുകയാണ്. ഡോക്ടർ വന്ന് പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശിക്ക് ഒരു ദിവസമെങ്കിലും മൊത്തമായിട്ട് റെസ്റ്റ് ഒക്കെ വേണമെന്ന് ഡോക്ടറും പറയുന്നു. നാമിനിപ്പോൾ ഒട്ടും തന്നെ നോർമലായിട്ടല്ല പെരുമാറുന്നത്. അതായത് അവൻ റൂമിന് പുറത്ത് പോലും ഇറങ്ങാതെ ഒരുപാട് ദിവസമൊക്കെ അതിനകത്ത് കഴിയുന്നുണ്ട്. മാത്രമല്ല ഫുഡ് പോലും ശരിക്കും കഴിക്കുന്നില്ല. കടയിലും കൃത്യമായിട്ട് എത്തുന്നില്ല. അവന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ അച്ഛൻ വന്ന് അമ്മയോട് പറയുന്നുണ്ടെങ്കിലും അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് കേൾക്കുന്ന അമ്മയാകട്ടെ മറ്റൊരു രീതിയിലാണ് സംസാരിക്കുന്നത്. അതായത് അവൻ ഒരുപാട് വെള്ളം കുടിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മ പറയുന്നത് അവൻ വെയിറ്റ് കുറയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നതാണെന്നാണ്. പിന്നെ കടയിൽ സ്ഥിരമായിട്ട് പോകുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്കും അവൻ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരുമായിട്ട് ഇരിക്കുവാനായിരിക്കും അവൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയാണ് അമ്മ പറയുന്നത്. പക്ഷെ മക്കളുടെ കാര്യത്തിൽ ഒട്ടും തന്നെ ശ്രദ്ധയില്ലാത്ത ഒരു അമ്മേനെ ഇതുവരെയായിട്ട് അച്ഛൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ ദേഷ്യപ്പെടുമ്പോഴത്തേക്കും അമ്മയുടെ അച്ഛൻ നാട്ടിലേക്ക് വരുന്ന കാര്യമാണ് അമ്മ അപ്പോഴും പറയുന്നത്. മുത്തശ്ശിയും സിയോനെ കോൾ ചെയ്തതിന് ശേഷം നമ്മൾ തമ്മിലുള്ള വിശ്വാസം ഒരിക്കലും ഇല്ലാതാകരുത്. എന്ത് തന്നെ സംഭവിച്ചാലും നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണമെന്നൊക്കെ പറയുകയാണ്. മാത്രമല്ല മുത്തശ്ശിന്റെ കാര്യം ഓർക്കുമ്പോൾ ദേഷ്യം വരുന്ന മുത്തശ്ശിയാകട്ടെ മുത്തശ്ശിനെ കൂട്ടിക്കൊണ്ട് വരുവാനൊക്കെ തയ്യാറാക്കുന്നു. നാംസോണും ആകെ ദേഷ്യപ്പെട്ടാണ് അമ്മയുടെ അടുത്തേക്ക് വരുന്നത്. ഷിയോയോട് ഒരിക്കലും അങ്ങനെയൊന്നും സംസാരിക്കുവാനായിട്ട് പാടില്ലായിരുന്നു എന്നാണ് നാംസോൺ പ്രധാനമായിട്ടും പറയുന്നത്. അമ്മയും ഒട്ടും തന്നെ വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറായിരുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആക്കം മൊത്തം തർക്കിക്കുമ്പോഴത്തേക്കും അമ്മയോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടതെന്നായിരുന്നു അമ്മ അവളോട് ചോദിക്കുന്നത്. പക്ഷെ നാംസോൺ ഒട്ടും തന്നെ വിട്ടുകൊടുക്കാതെ അതേ എന്നൊക്കെ വിളിച്ചു പോവുകയാണ്. അത് കേൾക്കുന്ന അച്ഛനും നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ശക്തിശാലികളാണ്, അതുകൊണ്ട് തന്നെ ഇത് വാക്കിൽ തന്നെ പറഞ്ഞു തീർക്കുന്നതാണ് കൂടുതൽ നല്ലതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്ത് തന്നെ പറഞ്ഞാലും ഇതെൻ്റെ അമ്മയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അമ്മേനെ അടിക്കുകയില്ല എന്നൊക്കെ നാംസോണും പറയുന്നു. കാര്യം ഇത്രത്തോളമൊക്കെ ആയ സ്ഥിതിക്ക് അമ്മയും ഒരു സെന്റിമെന്റൽ ഡയലോഗൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇനി ഒരിക്കലും അമ്മ ഇതുപോലെയൊന്നും ചെയ്യുവാൻ പാടില്ല എന്ന് നാംസോണും അമ്മയും അതുപോലെ ചെയ്യുകയില്ല എന്നൊക്കെ നാംസോണോടും പറയുന്നു. അമ്മയുടെ അടുത്ത് ആര് തർക്കിക്കാൻ വന്നിട്ടുണ്ടെങ്കിലും അമ്മ ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്ന ഒരാളല്ല. പക്ഷേ ഇപ്പോൾ നാംസോണിന്റെ മുമ്പിൽ വിട്ടുകൊടുക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും അച്ഛനും ചിരി പോലും വരുന്നുണ്ട്. ഷിയോ ഗോഡൌണിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. അമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പാവലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഷിയോ ഓർക്കുന്നതും. അങ്ങനെ ദേഷ്യം വരുന്ന അവനും അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പിക്കെട്ടൊക്കെ ഇടിക്കുമ്പോഴത്തേക്കും അതിലുണ്ടായിരുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ താഴേക്ക് വീഴുന്നു. അങ്ങനെ ഇരിക്കെ ഒരു നമ്പറൊക്കെ എഴുതിയിട്ടുള്ള ബോക്സ് പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുന്നു. നിനക്ക് ഷിയോനെ അറിയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മയും ഒരു ഫോട്ടോയുമായിട്ട് ബ്രെഡ് സോങ്ങിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. സോ ആ ഒരു ഫോട്ടോയിൽ ഷിയോയുടെ ഫോട്ടോ ആയിരുന്നു മെയിനെങ്കിലും അതിന്റെ സൈഡിലായിട്ടൊക്കെ ബ്രെഡ് സോങ് നിൽപ്പുണ്ടായിരുന്നല്ലോ. അമ്മ വലിയ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുവാനായിട്ട് തുടങ്ങിയത്. അതായത് ഷിയോനെ കുറിച്ച് ചോദിക്കുവാനായിട്ടായിരുന്നു അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബ്രെഡ് സോങ് ആ ഒരു ഫോട്ടോ കാണുമ്പോഴത്തേക്കും മൊത്തത്തിൽ തെറ്റിദ്ധരിക്കുകയാണ്. നേരത്തെ തന്നെ അമ്മേനെ ഒരു സ്റ്റോക്കറായിട്ടായിരുന്നല്ലോ ബ്രെഡ് സോങ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമ്മ അവന്റെ ഫോട്ടോസൊക്കെ എടുക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നതെന്നൊക്കെ ആയിരുന്നു അവൻ തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസിനൊക്കെ വിളിച്ചുകൊണ്ട് അമ്മേനെ അവൻ പുറത്താക്കുന്നുണ്ട്. മുത്തശ്ശനും എയർപോർട്ടിലേക്ക് എത്തിയിട്ട് മുത്തശ്ശിനെ കണ്ട സന്തോഷത്തിൽ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടിയെത്തുകയാണ്. ഇനി മരിക്കുന്നവരെ മുത്തശ്ശിയുടെ ഒപ്പം തന്നെ ആൾ ഉണ്ടായിരിക്കുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മുത്തശ്ശിയും ആളെ ഒറ്റ തള്ളക്ക് തള്ളിവിടുന്നു. 10 വർഷം മുമ്പ് എന്നെയും മക്കളെയും ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്ന എൻ്റെ ഹസ്ബൻഡിനെ ഞാനൊരു പാഠം പഠിപ്പിക്കുവാനായിട്ട് മാത്രമാണ് ശ്രമിച്ചതെന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ എയർപോർട്ടിലുള്ള ആരും തന്നെ മുത്തശ്ശിക്കെതിരായിട്ട് സംസാരിക്കാൻ പോലും എത്തുന്നില്ല. അങ്ങനെ മുത്തശ്ശിയും അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രോളിയൊക്കെ എടുത്തുകൊണ്ട് അയാളെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. അച്ഛനും കടയ്ക്ക് ഉള്ളിലൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും ബോധമില്ലാതെ കിടക്കുന്ന നാമിനെ കാണിക്കുകയാണ്. ഷിയോയും ഒരാളെ കോൾ ചെയ്തിട്ട് നീ ഒരാളെ കൊല്ലണമെന്നൊക്കെ പറയുന്നു. നാംസോൺ വീണ്ടും ബേക്കിനെ കയ്യിലെടുക്കുവാനായിട്ട് ഒരു ഐസ്ക്രീം ഒക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ബേക്കും വെളിയിലേക്ക് കടത്തിവിടുവാനായിട്ടുള്ള ഒരു സാധനത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുകയായിരുന്നു. സോ അതിനിടയ്ക്ക് നാംസോൺ എത്തി കഴിയുമ്പോഴത്തേക്കും നാംസോണും ഇത് എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ബേക്ക് അതൊന്നും തന്നെ നാംസോൺ അറിയാതിരിക്കുവാനും ശ്രമിക്കുന്നു. എന്താണ് CT എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. പ്രൊഡക്ട്സിന്റെ കോഡിന്റെ പേര് CT വെച്ചാണ് തുടങ്ങുന്നതെന്നായിരുന്നു ബേക്കിന്റെ മറുപടി. എന്തായാലും അവൾ അതിലുള്ള ഡീറ്റെയിൽസ് ഒന്നും കാണാതിരിക്കുവാനായിട്ട് ബേക്ക് ശ്രമിക്കുമ്പോഴത്തേക്കും അവളും കയ്യിലുണ്ടായിരുന്ന വാച്ചൊക്കെ മുന്നോട്ട് വെച്ചിട്ട് അതുവഴി ലാപ്പിലുണ്ടായിരുന്ന പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടെത്തുവാനും ശ്രമിക്കുന്നു. പിന്നീട് മറ്റൊരു സ്റ്റാഫ് എത്തുമ്പോഴത്തേക്കും നാംസോണെ പറഞ്ഞയക്കുവാനും നോക്കുന്നുണ്ട്. എങ്കിൽ പോലും നാംസോൺ അകലിൽ നിന്നും ബേക്കിന്റെ ലാപ്പിലേക്കൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും ഒരു പ്രൊഡക്റ്റിന്റെ കോഡ് കൂടി അവൾ ശ്രദ്ധിക്കുകയാണ്. ടീം
ലീഡിനെ ഹീസിക്ക് ഒരുപാട് തവണ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും ടീം ലീഡ് കോളൊന്നും എടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല. ഷിയോ ഇപ്പോൾ നാംസൂണിനെ വിളിപ്പിച്ചിരിക്കുകയാണ്. നിനക്ക് ഒരാളെ കൊല്ലുവാൻ സാധിക്കുമോ? ഗിംചു മരിച്ചു കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവളെ എനിക്ക് വേണ്ടി നിനക്ക് കൊല്ലുവാൻ സാധിക്കുമോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും അമ്മേനെ കൊല്ലുന്നതിനെ കുറിച്ചാണല്ലോ പറയുന്നതെന്നൊക്കെ ഓർത്തിട്ട് നാംസൂൺ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. പക്ഷെ ഷിയോയും ചിരിച്ചുകൊണ്ട് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ അവളെ ഇപ്പോൾ തന്നെ കൊന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയാണ്. ആ ഒരു സമയത്ത് ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് കിടക്കുന്ന അമ്മേനെയും കൂടി കാണിക്കുന്നു. സോ ഈ ഒരു സീനോട് കൂടിയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.